സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് എന്ന് പറയുന്നത് നീതിന്യായം, അതുപോലെ അഴിമതി രഹിതമായ ഒരു ജനാധിപത്യം, അവിടെ നീതി ന്യായം ഉറപ്പുവരുത്തുക, കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയുക, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആരൊക്കെ ലംഘിക്കുന്നുവോ അവരെയൊക്കെ പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഉദാത്തമായ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഏജൻസീസ് ആണ് ഈ കേന്ദ്ര ഏജൻസീസ് എന്ന് പറയുന്നത്. അത്തരം കേന്ദ്ര ഏജൻസീസിനെ ഉപയോഗിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്വന്തം കീശ വീർപ്പിക്കുക. എന്നിട്ട് ഇവരെ ആരെയാണ് എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്? രാമ 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 എന്ന് ചൊല്ലുന്നു, രാമപ്രതിഷ്ഠ നടത്തുന്നു. ഇതൊക്കെ ഈ ജനത്തെ, ഈ നാട്ടിലെ 142,86,00,000 ജനങ്ങളുടെ മുൻപിലാണ് എന്ന് ഓർക്കണം. അങ്ങനെ രാമസ്തുതി ചൊല്ലുന്നവരാണ് ഈ തരത്തില് ED ദുർവിനിയോഗം ചെയ്ത് സ്വന്തം കീശ വീർപ്പിക്കുന്നു. പാർട്ടിയുടെ കീശ വീർക്കുന്നതോടൊപ്പം ഇവരിൽ ഓരോരുത്തരുടെയും കീശ വീർക്കുന്നു എന്നതിന് നമുക്ക് വേറെ തെളിവുകളുടെ ആവശ്യം പോലും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഡെമോക്രസി എത്രയധികം എന്താ പറയുക, വേരറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്, എത്ര ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെമോക്രസിയെ എന്ന് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ എന്താണ് നമ്മളിവിടെ അവസാനം ഇത്രയും ഒരു ദുർഭരണം, അതായത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ദുർഭരണവുമായിട്ട് മുന്നേറുമ്പോൾ ശ്രീരാമന്റെ ചിത്രം അതിന്റെ മുൻപിൽ, പ്രതിഷ്ഠ അതിന്റെ മുൻപിൽ കാണിച്ചാൽ ഈ തെറ്റുകളൊക്കെ ശരികളായി മാറുമോ? ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റിന് വീണ്ടും 3ാം പ്രാവശ്യവും ഭരണത്തിലേക്ക് വരാനായിട്ട് ജനം സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിക്കുമെങ്കിൽ ഈ രാമൻ നീതിമാനാണെന്ന് വിശ്വസിക്കുമോ ജനം? രാമൻ നീതിമാനാണെങ്കിൽ രാമൻ തന്നെ കാണണം ഇത്തരം ഒരു ഭരണകൂടം വീണ്ടും 3ാം വട്ടവും ഭരിക്കാൻ എത്തുന്നില്ല എന്ന്. കാരണം ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്ത് വരാനിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയിൽ അതായത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, അതായത് ED വന്നു, അന്വേഷണം തുടങ്ങി, പണം കൊടുത്തു കഴിഞ്ഞ് അവര് രക്ഷപ്പെട്ടു. പിന്നെ ഒരു അന്വേഷണവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. അതായത് കൃത്യമായിട്ട് ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ കനാല് പോലെയാണ് എപ്പോഴും BJPയുടെ പിന്നെ ഇലക്ഷൻ ഫണ്ടിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുക. ഓരോ കോർപ്പറേറ്റ് ബോഡിയിൽ നിന്നും അനുസ്യൂതമായ ഒരു പ്രവാഹം, ഒരു അനർഗള പ്രവാഹം പണത്തിന്റെ. അങ്ങനെ പണം പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് നെറികേട് കാട്ടിയാലും, അതായത് കമ്പനികൾ എന്ത് നെറികേട് കാട്ടിയാലും, എത്ര മോശമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തിയാലും ഒരു ക്വസ്റ്റ്യനുമില്ല, ഒരു ചോദ്യവുമില്ല. അതായത് ഈ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്ത്, ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ആ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്ത്, ഇതൊന്നും അവിടെ തിട്ടപ്പെടുത്തുന്നില്ല. ഏത് മേഖലയിലെ ഉൽപ്പന്നവുമാകട്ടെ. പക്ഷേ ഇന്ത്യക്ക് വെളിയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഈ ഉൽപ്പന്നങ്ങളുടെ വിചാരണ നടക്കുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റി പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത നാളിൽ കേൾക്കുന്ന വളരെ അപകടകരമായ ചില വാർത്തകളുണ്ട്. അതൊരുപക്ഷെ ഇന്ത്യൻ വിപണിയെ തകർക്കുന്ന രീതിയിൽ ഒരു തരംഗം സൃഷ്ടിച്ചെന്നിരിക്കും ആഗോളതലത്തിൽ. എന്താണ് ആ ഭീഷണി? അതായത് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പശുമൂത്രത്തിന്റെ അംശങ്ങളുണ്ട്. അങ്ങനെ വളരെ, അതായത് അനാരോഗ്യകരമായ സാഹചര്യത്തിലും തരത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കപ്പെടുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പരിശോധനയ്ക്ക് ശേഷം മാത്രം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം അവിടെ ഉപഭോക്തൃ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് യൂറോപ്പില്, അമേരിക്കയില്, ഓസ്ട്രേലിയയിലും ഒക്കെ. അപ്പൊ അതിന്റെ കൂടെ ഗോമൂത്രത്തിൽ കുളിക്കുന്ന മനുഷ്യരുടെ പടങ്ങൾ വരെ അവര് അഡ്വർടൈസ്മെന്റിന് വേണ്ടി കാണിക്കുന്നുണ്ട്. ഗോമൂത്രം എത്ര മോശമായ സാഹചര്യത്തിലാണ് മനുഷ്യൻ കാണുന്നത്, ഗോമൂത്രത്തെ നമസ്കരിക്കുന്നത്. ഈ തരത്തിലുള്ള പ്രഹേളികകളൊക്കെയാണ് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഇത്തരം അഡ്വർടൈസ്മെന്റ്സിൽ. അല്ല, അത് ശരിക്കും സത്യമായിരിക്കണം. കാരണം ഇവിടെ തന്നെ കോവിഡിന്റെ കാലത്ത്
പിന്നെ ഒരു മന്ത്രിയാണല്ലോ പറഞ്ഞത് പിന്നെ ഗോമൂത്രത്തിൽ കുളിച്ചാൽ മതി കോവിഡ് ഭേദമാകുമെന്ന്. അതുപോലെ അങ്ങനെയുള്ള വിഡ്ഢികളായിട്ടുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോ ഈ വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ഭയപ്പാടുള്ളവരാണ്, വളരെ കെയർ ചെയ്യുന്നവരാണ്. ആരോഗ്യ മേഖല വളരെ, അതായത് GDP-യുടെ 1% താഴെയാണ് ഇന്ത്യയിൽ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് GDP-യുടെ 6% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, ഓസ്ട്രേലിയ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. അങ്ങനെയുള്ള രാജ്യങ്ങൾ ആരോഗ്യത്തെ വളരെ കെയറോടുകൂടി കാണുന്ന രാജ്യങ്ങൾക്ക് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിശോധിച്ച് ശരിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഇന്ത്യയുടെ വിദേശ വിപണി അടഞ്ഞു പോകുമെന്ന കാര്യം കൂടി ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.